നിക്കോണിന്റെ ക്യാമറാസ് ഇട്ടാ അതിന്റെ ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഫോട്ടോ ഇട്ട്. ഇപ്പോൾ ഇവിടെ വന്നതിൽ കുറച്ച് ഫോട്ടോ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇത് സൂപ്പർ ഫോട്ടോ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയും സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ പ്രൈസ് നോക്കിയപ്പോൾ $10,000 സെമിത്തേരി. ഇത് മറ്റേ ധാരാവി പോലെ ഉണ്ടല്ലോ മേലെ എന്നുള്ള വ്യൂ. ഇവിടെ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചുപേർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാതായി പോകും. കാരണം അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് ഇവിടെ. ഒരു പ്രത്യേക നല്ല രസമുള്ള സ്ഥലം കേട്ടാ. കാരണം ഇവിടെ അവിടെ പോയില്ലെങ്കിലും ഇവിടെ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി. ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഷാർജ ഫോട്ടോഗ്രാഫി എക്സിബിഷനിലാണ് കേട്ടോ. ഇത് ഓൾറെഡി ഇവന്റ് കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. ഇതിപ്പോൾ എയർപോർട്ടിന്റെ അടുത്താണ് കേട്ടോ. ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ ആൾക്കാരുണ്ടാവും, അവർ ചോദിക്കണം. അങ്ങനെ രണ്ടുപേര് ഇപ്പം ഇറങ്ങിപ്പോയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. ഞങ്ങളിപ്പോഴൊരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് നൈസായിട്ട് മാറിപ്പോയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ ഒരു ബസ് കിട്ടി. ബസ്സിൽ കയറി ഇരിക്കണ്ടോ. ഞങ്ങളുടെ എപ്പത്തൊന്നും അറിയില്ല. ഞങ്ങൾ രണ്ടുപേർക്ക് പോകാനായിട്ട് 8 dirhams, ഒരാൾക്ക് 8 dirhams വെച്ചിട്ട് 16 dirhams ആയി. അത് തന്നെ ഇതൊന്നും കൊട്ടാരോ ഇവിടെ സെറ്റപ്പ് ഉണ്ടാ. പഴയ കാലത്ത് എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഇവിടെ പോയി ആദ്യം ഞാൻ പോയിട്ട് വഴി തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവൻ ഇവിടേക്ക് വന്നിട്ട് വഴി തെറ്റിച്ച്. അതായത് സമാധാനമായി. ഇപ്പോഴും ഞങ്ങൾ എത്തിയിട്ടില്ല കേട്ടാ. 2 മണിക്കത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പൊ 4 എന്തോ ആയി. ഇവിടെ ഷാർജയിൽ ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിലെത്തിയ പോലെയാണ്. കണ്ടില്ലേ, 8 ദിവസത്തോടെ ടൂർ അടിച്ചുകൊണ്ടിരിക്കണ്ട. കുറെ നേരം ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഈ സൈഡിലേക്ക് അലങ്കരിച്ചിരിക്കുന്നുണ്ടാവും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ദുബായിലും കുറച്ചുകൂടി നല്ലതായിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പിലെത്തിയിട്ട് ഇനി കുറെ നടക്കാനുണ്ട്. ദുബായിലൊക്കെ അവിടെ സ്റ്റോപ്പിൽ ആളില്ലെങ്കിലും അവിടെ നിർത്തും വണ്ടി. എന്നിട്ട് ഒരു ഡോർ തുറന്നിട്ട് അടച്ചങ്ങനെ വിടും. അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവുള്ളൂ. ഇനിയിപ്പോ കുറെ നടക്കാനുണ്ട്. പിന്നെ ഇവിടെ നല്ല അടിപൊളി വൈബാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇവിടുത്തെ റോഡ് കണ്ടില്ലേ, ഇതിങ്ങനെ ഇവിടെ സൈഡിൽ നിൽക്കുമ്പോ തന്നെ അടിപൊളിയാ കാണാനായിട്ട്. ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷാർജ എഡ്യൂക്കേഷൻ അക്കാദമിയാണ് ഈ ഒരു സംഭവം. ഷാർജയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ കാണാൻ പറ്റും. ഇവിടെ അവരുടെ ആ ഒരു സാംസ്കാരികമായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവർ ഇതേപോലെ നിർമ്മിതികളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ, എനിക്ക് തോന്നുന്നത് ഇവിടെ മരങ്ങളില്ല, പിന്നെ ബിൽഡിങ്ങുകളില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാൻ നല്ലതാണ്. കാരണം ഫുള്ള് സ്ട്രൈറ്റ് ആണല്ലോ, ഒരു മൈതാനം പോലെ കിടക്കണം. പിന്നെ നല്ല കാറ്റും. ചൂട് സമയത്ത് ഭയങ്കര റിസ്ക് ആയിരിക്കും ഇവിടെ നിൽക്കാൻ. കണ്ടില്ലേ, ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, അതിന്റെ അപ്പുറത്തൊക്കെ സ്റ്റോപ്പ് ഉണ്ടായി. ഒരു പ്രത്യേക നല്ല രസമുള്ള സ്ഥലം കേട്ടാ. കാരണം ഇവിടെ അവിടെ പോയില്ലെങ്കിലും ഇവിടെ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി. ഇത് കണ്ട വണ്ടികൾ ഇങ്ങനെ ചറപറ പോയിക്കൊണ്ടിരിക്കണത്. ബ്രോ വേഗം നടക്ക്, ഇനിയുണ്ട്, പോവാനുണ്ട്. ഇതിപ്പോ നല്ല അടിപൊളി സ്ഥലല്ലേ ദുബായ്. മറ്റേ ഷെയ്ഖ് സായിദ് റോഡ് അവിടെ നിൽക്കണേലും അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പ്. പിന്നെ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ തന്നെ എൻട്രൻസ് എന്ന് പറഞ്ഞത്. ഒരു വണ്ടി അങ്ങനെ ഞങ്ങളവിടെ എത്തിട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിട്ടോ. ഇതേ ഇവിടെ നമ്മളിപ്പോ സ്കാൻ ചെയ്തിട്ട് QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി. ഇവിടെ കയറാനായിട്ട് എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. കാരണം നല്ല ബ്ലാക്ക് തീമും ഇവിടെ കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫിയുടെ സംഭവങ്ങളൊക്കെയാണ്. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഇതേപോലത്തെ ഇതാണ് കേട്ടോ ഇപ്പോൾ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരെ ഫോട്ടോഗ്രാഫി ആർട്ട് വർക്കൊക്കെ അതിലുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോസാണ്. ഇതും അതുപോലെ ഏതോ ഒരു റഷ്യക്കാരനെടുത്തൊരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഈ സംഭവം. ഇത് ആർട്ട് വർക്കാണോ എനിക്കറിയില്ല.
ഫോട്ടോഗ്രാഫി ആവാനാണ് സാധ്യത. അല്ല സോറി, ആർട്ട് വർക്ക് തന്നെ ആവാനാണ് സാധ്യത. ഇത് മിക്സ് ചെയ്താ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ വഴി തെറ്റിയ അവസ്ഥയായി. നമ്മളെ നാട്ടിലേക്ക് ഇപ്പോൾ എക്സിബിഷനൊക്കെ പോയാലുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതേ തന്നെയാണ്. ഓ അടിപൊളി ഫോട്ടോ കേട്ടോ, അത് നോക്കിയേ, കിട്ടില്ല സാധനം. അബുദാറെ ഇനിയും പോകാനുണ്ട് കേട്ടാ, നമുക്ക് ഇഷ്ടം പോലെ പോകാനുണ്ട്, അപ്പുറത്തൊക്കെ നടക്കാനുണ്ട് ഇഷ്ടം പോലെ. പിന്നെ കണ്ടില്ലേ ഇതേപോലെ തന്നെ നൈസ് ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ വലിയ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ക്രൊയേഷ്യയിലൊരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എന്താണ് എനിക്ക് തോന്നുന്നു ബസ്സിലോ മെട്രോയിലോ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു അമ്മൂമ്മ. ഇവിടെ ഫിലിമിംഗ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ, എന്തോ ക്ലാസ് കാര്യങ്ങളൊക്കെ, കാരണം നമ്മുടെ ബിഗിനേഴ്സിനുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തം ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് ഇവിടെ. പിന്നെ കുറേ എണ്ണം ഈ എന്താ പറയാ, നമ്മൾ സെല്ലിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് കുറേ എണ്ണം. പിന്നെ ഇവിടെ ഒരു 4 പേരും സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഫോട്ടോഗ്രാഫിയുടെ എന്താ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. ബിറ്റ്വീൻ ടു ഓസ്കാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്തോ സംഭവമാണ്, എനിക്ക് ഇവരൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ വലിയ ഫ്രെയിമാണ് കേട്ടോ, നല്ല ഹൈറ്റ് ഉള്ളതാണ്. കണ്ടില്ലേ ഇതിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല. ഇതിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ $10,000 ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായി, കണ്ടില്ലേ ഇതിപ്പോൾ എൻ്റെ ഹൈറ്റ് ഉണ്ട്, എന്നാലും ഹൈറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അതേപോലെ ചിലതൊക്കെ സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് $2,000 അങ്ങനെയുള്ള ഓൾറെഡി സോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാതായി പോകും, കാരണം അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഈ ജാഗറിന്റെ ഒക്കെ ഈ ഫോട്ടോസിലത്തേക്കടെ ഈ നിൽക്കണ അറബി ഉണ്ടല്ലോ, പുള്ളിയാണെന്ന് നോട്ടോ, അല്ല പുള്ളിയാണ് എടുത്തേക്കണേ. ആള് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണത് എങ്ങനെ എടുത്തതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ സംഭവം, ഈ ഫോട്ടോഗ്രാഫി സെറ്റപ്പ് ആയിട്ടുണ്ട്. പുള്ളി ഈ ജാഗറിന്റെ തന്നെ സംഭവങ്ങളാണ്, ഫോട്ടോസ് തന്നെ. ഇതെന്താ സംഭവം, ഇതെന്തോ ബിൽഡിങ്. ഇതല്ലേ മറ്റേ കവർ, മറ്റേതെന്താ പറയാ, ചർച്ചിന്റെ ഇതിലെന്താ പറയാ, സെമിത്തേരി. ഇത് മറ്റേ ധാരാവി പോലെ ഉണ്ടല്ലോ മേലെ എന്നുള്ള വ്യൂ അല്ലേ. ഇതിപ്പോ കണ്ട, ഇതാണ് കേട്ടോ ഈ ഇതിന്റെ ഉള്ളിലത്തെ മാപ്പ്. ഇതിപ്പോ ആകെ വഴി തെറ്റിയാകെ കൊളായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ, വർക്ക്ഷോപ്പ് 3, കാരണം നമുക്കിത് ക്ലാസ് എടുത്ത് തരും. ഇവിടെ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഓരോ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട്, അത് അങ്ങനെ എടുക്കണ്ടേ അങ്ങനെയൊക്കെ ഉള്ള ഓരോ വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അടിപൊളി ഫോട്ടോ ഇട്ട് ഇപ്പോൾ ഇവിടെ വന്നതിൽ കുറച്ച് ഫോട്ടോ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇത് സൂപ്പർ ഫോട്ടോ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയും സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിനും ഏകദേശം നല്ല റേറ്റ് ഉണ്ട്, $3,000 സെയിലിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഓ ഈ ഫോട്ടോ കേട്ടാ, ഇത് കിടുക്കം ഫോട്ടോ, ഇത് വലിയ ക്യാൻവാസിലാണ് കേട്ടോ, ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഈ പോർട്രേറ്റ്സ് നോക്കിയേ, ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാരണം എല്ലാവരും സ്റ്റാൻഡിങ്ങിലുമാണ്. പിന്നെന്താ പറയുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാർ, വിവിധ രാജ്യങ്ങളുടെ ആൾക്കാരാണെന്നോ, അതും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പ്രത്യേകം പറഞ്ഞാൽ കംപ്ലീറ്റ് എലഗന്റ് സംഭവമാണ്, കാരണം ഫുള്ള് ബ്ലാക്ക് വൈറ്റ് തീം, പിന്നെ ഇത് അറേഞ്ച് ചെയ്തേക്കണതും ഫുള്ള് നല്ലൊരു എന്താ പറയുക, നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു കുളിർമ തരുമല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ലൈവ് റെക്കോർഡിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് TV ഷോയുടെ. ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തേക്കണൊക്കെ ഒരെണ്ണം കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇനി വേറെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സോറി ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ കളറ്, അങ്ങനെ ഇതെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം. ഇപ്പൊ ഇവിടെ തുടങ്ങി അവിടം വരെ ഇതന്നെ അറേഞ്ച് ചെയ്തേക്കും. കുറേയൊക്കെ ഈ ഫോട്ടോഗ്രാഫിയിൽ ഇവര് എഡിറ്റ് ചെയ്ത സംഭവം ഉണ്ട് കേട്ടോ, നോർമൽ ഫോട്ടോഷോപ്പ് എഡിറ്റ് അല്ല, അതിന്റെ സംഭവം ഉണ്ട്. കാരണം അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കണ്ടോ. ഇതൊക്കെ നമ്മൾ AI വെച്ചിട്ടുണ്ടാക്കുന്ന കുറെ ഇമേജ് പോലൊക്കെ നമുക്ക് തോന്നും. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ, ഇതെന്തോ സ്റ്റാർട്ട് ആവാനായിട്ട് പോകണം, കാരണം എന്തോ ക്ലാസ് കാര്യങ്ങൾ
സെമിനാർ പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചെറിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതെപ്പോൾ തുടങ്ങുന്ന അറിയില്ല. പിന്നെ ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഇങ്ങനത്തെ സ്റ്റാളുകൾ തന്നെ കുറേ ഉണ്ട്. പിന്നെ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രീ കിട്ടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ വരുമ്പോൾ കോംപ്ലിമെന്ററി ആയിട്ട് ടീഷർട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ മെമ്മറി കാർഡ് പെൻഡ്രൈവ് ഒക്കെ കിട്ടി. അതുപോലെ ഇപ്രാവശ്യം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നായിരിക്കും കേട്ടോ. മിക്കവാറും ഇവിടെ ഒരു പർച്ചേസ് ചെയ്യാനുള്ള സെറ്റപ്പ്, ഒരു ഷോപ്പ് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഭാഗത്ത് ഉണ്ടാവും. ഇവിടെ ഫോട്ടോഗ്രാഫിക്കുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ട്രൈപോഡ്സ്, ബാഗ്സ്, പല തരത്തിലുള്ള സെറ്റപ്പുകളുണ്ട്. ഇതൊക്കെ ഹെവി ഐറ്റംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർമൽ കാണാനല്ല, ഫുള്ള് ഇത് ഏതാ കമ്പനി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്. പിന്നെ ഈ ക്യാമറ ഉണ്ടോ, ഇത് ആൽഫ എന്ന് പറഞ്ഞ കമ്പനിയുടെ പഴയ മോഡൽ സെറ്റപ്പ് ആക്കിയേക്കുന്നത്. പക്ഷെ ഇതിൽ 150 മെഗാ പിക്സലാണ് ഇതിൻ്റെ സെറ്റപ്പ്. സാധാരണ സ്ക്രീൻ തന്നെ 150 MB എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫോട്ടോഗ്രാഫിയുടെ സെറ്റപ്പിന് ഇവിടെ സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ മച്ചന്മാരെ, എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എണ്ണോട്ടാ ഈ ഫുജി ഫിലിമിൻ്റെ ഇത് നമുക്ക് ഫോട്ടോ ഫ്രീ ആയിട്ട് എടുത്തിട്ട് നമുക്കത് പ്രിന്റ് അടിച്ച് തരും. നമ്മുടെ അബൂ താഹിർ ഫോട്ടോ എടുക്കാൻ പോകണം. നെക്സ്റ്റ് പ്രിന്റ് ഇപ്പുറത്ത് വരും കേട്ടോ. നോക്കട്ടെ ഫുജി ഫിലിമിന്റെ ഫോട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ക്യാമറയുടെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ക്യാമറ സെയിൽ, പുതിയ ക്യാമറ, ഫുജി ഫിലിം, പിന്നെ എന്താണ് നിക്കോൺ, അതിൻ്റെയൊക്കെ സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഷിയുടെ ഇതുണ്ടല്ലോ, മറ്റേ എന്താ പറയാ ട്രൈപോഡ്, പിന്നെ ഫ്ലാഷ് ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ കണ്ടില്ലേ ജിംബല് കാര്യങ്ങൾ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഡിറ്റാച്ചബിൾ ഓർ ഫിക്സ്ഡ്? ഓക്കെ. ഹൗ മച്ച് ഫോർ ദിസ് വൺ? ഇതിപ്പോ വീഡിയോ പ്ലേ ആവണുണ്ടോ? ഇതെന്താന്ന് വെച്ചാല് ഇവിടെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ വെച്ചിട്ട് ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് അതിലേക്ക് എന്താ വീഡിയോ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ എന്തോ ഒരു കോമ്പറ്റീഷനോ അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കേണ്ട. കോമ്പറ്റീഷൻ ഒന്നല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ നിക്കോണിന്റെ ക്യാമറ വെച്ചിട്ട് അവർ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനധികം ക്യാമറ ഉപയോഗിക്കാറില്ല, എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. പക്ഷെ ക്യാമറ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഭയങ്കര സംഭവമായിരിക്കും. കാരണം പല തരത്തിലും പല വലിപ്പത്തിലും ഉള്ള ക്യാമറകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ ഫ്രീ ആയിട്ട് ഫോട്ടോ നിക്കോൺകാർ എടുത്തു തരും. അത് നമുക്ക് മെമ്മറി കാർഡിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് കോപ്പി ചെയ്ത് തരും. മെമ്മറി കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ അവിടെ തിരക്കിലാണല്ലോ അവർ. നിക്കോണിന്റെ ക്യാമറാസ് ഇട്ടാ, അതിന്റെ ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് എനിക്ക് തോന്നുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണമായിരിക്കും. കാരണം അടിപൊളി ഐറ്റംസ്. പിന്നെ നിക്കോണിന്റെ സെഡ് സീരീസിലുള്ള മോഡൽസ് ഉണ്ടല്ലോ, നോർമലായിട്ടൊക്കെ കാണുന്നത്, അതിന്റെ കളക്ഷൻസും ഉണ്ട്. ഈ ഒരു ഐറ്റം ഞാൻ ആദ്യം കേട്ടോ കൈ കൊണ്ടിട്ട് തൊടണ തന്നെ. ഇത് അടിപൊളിയാണല്ലോ. ഇതെന്തോ മെറ്റൽ പോലെ ഉണ്ട് കേട്ടോ. കാരണം കണ്ട ജസ്റ്റ് തൊട്ടാൽ മതി, ഇത് കണ്ട കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചവർക്ക് ഇതറിയാൻ പറ്റും. ഇതെന്താ അടിപൊളി. ഇതെന്തോ മറ്റേ കാസ്റ്റാണ്, ഇരുമ്പിന്റെ എന്തോ സാധനം വെച്ചവരുണ്ട് ബയറിങ്ങില്. തൊടുമ്പോ തന്നെ ഇങ്ങനെ നന്നായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇത്രയ്ക്ക് സ്മൂത്ത് ആയിരുന്നല്ലേ. ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇതാണ്ട്. ഇവിടെ ഫുജി ഫിലിമും നിക്കോണുമാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താണ് കാനോൺ, സോണി, അതൊന്നും ഇവിടെ കണ്ടില്ല. ഇത് കുട്ടികൾക്കുള്ള സെക്ഷനാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ്ടാ, അപ്പൊ അവര് ഇതൊക്കെ എടുത്തു തന്നു. ഫുള്ള് മറ്റേ എന്താ പറയാ, നിങ്ങളിത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വക്കീലിന്റെ പോലെ ആയി. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അത് പൊളിച്ച് ഇവര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പൊ. നമ്മുടെ പുള്ളിക്കാരന്റെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് കലക്കി. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടിട്ടും എന്താ പറയാ തീർന്നില്ല. ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഓരോരുത്തർക്ക് ഇപ്പൊ ഫോട്ടോ ഇട്ടിട്ടൊക്കെ പോണത്. അപ്പൊ അങ്ങനെ നമ്മളെന്തായാലും ഇപ്പൊ കുറെ നടന്നിപ്പോ കയ്യും കാലൊക്കെ കഴിച്ച അവസ്ഥയായി. ഇനിയിപ്പോ ഇത് നമ്മുടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ അപ്പൊ ഞങ്ങൾ പോവാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. അപ്പൊ ഓക്കെ, അതെ, ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം, റൂമിൽ പോകണം, നാളെ ജോലിക്ക് പോകണം. ഓക്കെ ഗൈസ്, ബൈ.